ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പം ദേ കുട്ടീസും അമ്മാമ്മയുണ്ട്, എല്ലാവരും കൂടെ നമ്മൾ ബീച്ചിലേക്ക് ഒന്ന് പോവാണ്. നല്ല ചൂടല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ബീച്ചിലേക്ക് പോയി. യെസ്, നമ്മളൊന്ന് കടലിൽ പോയി ഒന്ന് മുങ്ങി നിവരാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ബീച്ചിലേക്കൊക്കെ പോയിട്ട്. ഒരു ഈവനിങ് വ്ളോഗാണ്. ഒരു ഈവനിങ് മുതൽ നൈറ്റ് വരെയുള്ള നമ്മുടെ ചെറിയ കുറച്ച് വിശേഷങ്ങളും പരിപാടികളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഇന്ന് ദേവ് അതിൽ മുള്ളുണ്ടടി, നോക്കട്ടത്. നേരത്തെ നമുക്ക് അമ്മച്ചിയുടെ അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബീച്ചിലൊക്കെ പോയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാമെന്ന്. അപ്പോൾ അമ്മമ്മ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ദേ അമ്മാമ്മേനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ദേ ഇന്ന് അമ്മമ്മ സാരി കൊടുത്ത് ചുണ്ടരി വലിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഫാനിന് എന്ത് പറ്റി? കട്ടി വെച്ചിട്ട് വഴിയൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ. നല്ല രസമുണ്ടല്ലേ അവരെ നടിയിട്ടും. നമ്മൾ കിടന്ന് കുത്തി മറിയുന്ന ബീച്ച് ലൈറ്റ് ഹൗസ് ബീച്ചാണ് കേട്ടോ. ഇവിടെയാണ് കൂടുതൽ ഫോറിനേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ സമയം നമ്മൾ അവിടെ കിടന്ന് എൻജോയ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോവാം. നമ്മുടെ സാധാരണക്കാരുടെ ഹൗവ ബീച്ച്, നമ്മൾ അവിടേക്ക് പോവാണ്. പോകുന്ന വഴി കുറച്ച് സാഹസികമാണ്. നമ്മളിത് ചാടിക്കടന്നൊക്കെയാണ് പൊടി, ഇതിലും വലുത് ചാടിക്കടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചാടിക്കടന്ന് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ദൂരെ കാണുന്നത് കപ്പലാണ് കേട്ടോ. അത് ചൈനയുടെ കപ്പലാണ്. നമുക്ക് ഹാർബർ അടുത്തല്ലേ, ഹാർബറിലേക്കുള്ള പോക്കാണ് ആ കപ്പലിൻ്റേത്. നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഒരു കള്ള സന്യാസിയെ കണ്ടോ, ഒരു കൊക്ക് നിൽക്കുന്നുണ്ടോ, ആ പാറയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ചിപ്പിയാണ് കേട്ടോ. എന്ത് തണുത്ത വെള്ളോ? അമ്മച്ചിയെ കണ്ടോ, അമ്മച്ചി അവിടെ അവിടെ ചെന്ന് അമ്മച്ചിന്റെ ലുക്ക് ഉണ്ടോ, ഗ്ലാസ് ഒക്കെ വെച്ച് ആരാ വരുന്നേ? നട കണ്ടോ, നടപ്പ് കണ്ടോ? ഇതാരേ? അവിടെ ഫ്രീ ആയിട്ട് കയറി പോവോ അവരോടാ? അവിടെ ചെന്ന് നോക്കിക്കോട്ടെ നിന്നിട്ട്. സ്പീഡ് ബോർഡിന്റെ റേറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് അല്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ വേർത്ത് ആണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ, അതുകൊണ്ടാണ് നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് ബീച്ചിൽ. പക്ഷെ ഞങ്ങൾ അറുമാദിച്ചിട്ടുണ്ട്, അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഗംഗക്കൂട്ടം പിന്നെ കടൽ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ആള് ഫുൾ കളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം ഫോണൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഷോ അടിക്കാണ്. നല്ല ശക്തിക്ക് തിരയടിക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ നിന്ന് ഫോണ് പോകുമെന്ന് എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും പറ്റിയില്ല കേട്ടോ. പറ്റിയെങ്കിൽ ഞാൻ പെട്ടുപോയതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു സൈഡിൽ നല്ല ശക്തിക്ക് തിരയടിക്കും കേട്ടോ. നമുക്ക് അപ്പുറത്തെ ലൈറ്റ് ഹൗസ് സൈഡിലാണെങ്കിൽ അധികം ഫോഴ്സിൽ അങ്ങനെ തിരയടിക്കത്തില്ല. പക്ഷെ ഇപ്പുറത്ത് അങ്ങനെയല്ല കേട്ടോ, നല്ല ഫോഴ്സിൽ നമുക്ക് വേദനിക്കുന്ന രീതിയിലാണ് കേട്ടോ കടലിൽ വന്ന് അടിക്കുന്നത്. നമ്മുടെ ദേവകുട്ടി ഇന്ന് കലിപ്പ് മൂഡിലാണ്. പക്ഷെ ആളിതേ ചെരുപ്പ് കഴുകാനായിട്ട് ഇറങ്ങിയതാണ്. ഫുൾ നനയൂന്ന് തന്നെ പറയാം കേട്ടോ.
ഒതുക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ പാവോലെന്ന് കരുതി ഞാൻ വിട്ടു കേട്ടോ. ദേ സൂര്യമാമൻ അങ്ങനെ കടലിലേക്ക് താരാൻ സമയം, അതായത് അസ്തമയ സമയം ആവാറായി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് കുടിച്ചു. അപ്പോഴേക്ക് ചേട്ടൻ്റെ മക്കളൊക്കെ വന്നു കേട്ടോ. ഇതെൻ്റെ അമ്മയാണ്, അമ്മയുടെ പേര് ശാന്തി എന്നാണ് കേട്ടോ. അമ്മ വന്ന് നമുക്ക് ചായ കടി ഐറ്റംസ് ഒക്കെ മേടിച്ച് തന്നു. പിന്നെ നമ്മൾ പാനിപ്പൂരി ബേൽപൂരി എല്ലാം കഴിച്ചു കേട്ടോ. ഇടയ്ക്കൊക്കെ ബീച്ചിൽ വരുന്ന കാരണം എല്ലാവരും നല്ല പരിചയമുണ്ട്. പിന്നെ ഞാൻ പാനിപ്പൂരി വിൽക്കുന്ന ചേച്ചിയുടെ അടുത്ത് കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇനി കുറച്ച് കിച്ചൺ പരിപാടികളാണ്. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി സെറ്റ് ചെയ്തു. അപ്പോഴേക്കും ദേവകൂട്ടൻ കയ്യിൽ എന്തോ ടാറ്റു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അവർക്ക് ഇടയ്ക്കുള്ളതാണ് ഈ അൽക്കൊലിത പരിപാടിയൊക്കെ. നമ്മൾ നൈറ്റ് എന്തായാലും ചപ്പാത്തിയും സ്റ്റൂവും വെക്കാമെന്നാണ് വിചാരിച്ചത്. അതിനുവേണ്ടി ഞാൻ കിഴങ്ങെല്ലാം കട്ട് ചെയ്തു. പടപടേന്ന് പറഞ്ഞ് ഞാൻ ജോലി ഒതുക്കുകയാണ്. കാരണം എത്തിയപ്പോൾ തന്നെ 7:30 ആയിട്ടുണ്ട്. ബീച്ചിൽ കുത്തി മറിഞ്ഞ സമയത്ത് നമുക്ക് അങ്ങനെ ദേഹം വേദനയൊന്നും വന്നില്ല. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ നല്ല വേദനയുണ്ടായിരുന്നു. നല്ല ശക്തിക്ക് തിരയൊക്കെ വന്ന് അടിക്കുന്നുണ്ടായിരുന്നേ. നല്ല ദേഹം വേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ പടപടേന്ന് പറഞ്ഞ് നമ്മൾ ജോലിയൊക്കെ ഒതുക്കിയിട്ട് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്ന ഫീലാണ്. പാക്കറ്റ് ചപ്പാത്തിയാണ് മേടിച്ചത്. അതുകൊണ്ട് പരിപാടി കുറച്ച് എളുപ്പമായിരുന്നു. ചപ്പാത്തിയും ചുട്ടു, കറിയൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഏകദേശം ഒരു 9 മണിയായി ഫുഡ് കഴിച്ചപ്പോൾ തന്നെ. പിന്നെ ഞാൻ ഗംഗക്കൂട്ടന് വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഗംഗക്കൂട്ടന് അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു. നമ്മൾ കടലിലൊക്കെ കിടന്ന് കുത്തി മറിഞ്ഞ് അടിപൊളി എൻജോയ് ചെയ്തൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ് പരിപാടി കൂടിയൊക്കെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈവനിങ് വീഡിയോ ഈവനിങ് വ്ളോഗ് ഇഷ്ടപ്പെട്ടാണോ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭരാത്രി വിഷയാണ്. പോയി കിടന്ന് ഉറങ്ങിക്കോളും. നല്ല സ്വീറ്റ് ഡ്രീംസ് ഒക്കെ കണ്ട്, അടിപൊളി ഡ്രീംസ് ഒക്കെ കണ്ട് നല്ല ഊർജ്ജസ്വലരായിട്ട് എണീക്കാൻ പറ്റട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നാളെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നാളെ കാണാം. ടാറ്റാ.